പ്രിയപ്പെട്ട കുട്ടികളെ, റിലേഷൻ ഫംഗ്ഷൻ എന്ന പാഠം കഴിഞ്ഞു. 25 പ്രോബ്ലം ഞാൻ തന്നിരുന്നു, ടെക്സ്റ്റ് പേപ്പറും തന്നിരുന്നു. നിങ്ങളത് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അടുത്ത ചാപ്റ്റർ 3 മെട്രീസസ്. ഇതിൻ്റെ നോട്ട് നേരത്തെ തന്നതാണ്. ആ നോട്ട് എടുത്ത് വെച്ചിട്ട് ചെറിയൊരു ബുക്കിൽ എല്ലാ പാഠത്തിൻ്റെയും നോട്ട് എഴുതിയെടുക്കാൻ ഞാൻ പറഞ്ഞു. ആ കൂട്ടത്തിൽ മെട്രിക്സ് നേരത്തെ എഴുതിയതാണ്. 6 പേജ് നോട്ടുണ്ട്. ആ നോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങളത് ഇത് കേട്ട് പഠിക്കണം. ഇന്ന് നോട്ട് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, പ്രോബ്ലം ഇല്ല. പ്രോബ്ലം നിങ്ങൾ വേറെ ബുക്കിലാണ് ചെയ്യണത്. നോട്ട് എഴുതാൻ തന്നെ എല്ലാ പാഠത്തിൻ്റെയും നോട്ട് എഴുതാൻ ചെറിയൊരു ബുക്ക് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ബുക്ക് എടുത്ത് വെച്ചു എന്ന് കരുതട്ടെ. മെട്രിക്സ് എന്താണ്? മെട്രിക്സ് എ റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. ഒരു ചതുരാകൃതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് നമ്പേഴ്സിൻ്റെ. അത് റോസായിട്ടും കോളംസായിട്ടും അറേഞ്ച് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ അറേഞ്ച്മെൻറ്റിൻ്റെ പേരാണ് മെട്രിക്സ്. എ റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ്. ചതുരാകൃതിയിലാണ് നമ്പേഴ്സ് ചതുരാകൃതിയിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നത്, റോസായിട്ടും കോളമായിട്ടും. റോസ് എന്താണ്? ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് അറേഞ്ച്മെൻറ്റ് നമ്പേഴ്സ് ഇൻ എ മെട്രിക്സ്. ഹൊറിസോണ്ടൽ ലൈൻ ഇത് എഴുതിയേക്കണ ഒരു മെട്രിക്സ്. ഇത് കണ്ടോ? ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ. ഇത് റോയാണ്, ഫസ്റ്റ് റോ. ഇത് സെക്കൻഡ് റോ. റോ എന്നാ നിങ്ങൾക്ക് മനസ്സിലായി? ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് അറേഞ്ച്മെൻറ്റ് നമ്പേഴ്സ് ഇൻ എ മെട്രിക്സ്. കോളംസ് എന്താണ്? വെർട്ടിക്കൽ ലൈൻ ഓഫ് അറേഞ്ച്മെൻറ്റ് നമ്പേഴ്സ് ഇൻ എ മെട്രിക്സ്. ഇത് കണ്ടോ? ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. വെർട്ടിക്കൽ ലൈൻ അറേഞ്ച്മെൻറ്റ്. ഇതല്ലേ വെർട്ടിക്കൽ ലൈൻ? വെർട്ടിക്കൽ ലൈൻ ഓഫ് അറേഞ്ച്മെൻറ്റ് നമ്പേഴ്സ് ഇൻ എ മെട്രിക്സ് ഈസ് കോളം. ഇനി ഇതാണ് ഒരു എക്സാമ്പിളായിട്ട് മെട്രിക്സ് തന്നിരിക്കുന്നത്. ഇങ്ങനെ ചതുര ബ്രാക്കറ്റിട്ടാണ് കാര്യങ്ങൾ നമ്പേഴ്സ് ഇതിനകത്ത് എഴുതുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇത് വായിക്കേണ്ടത് ആദ്യം മെട്രിക്സ് എന്ന് പറഞ്ഞ് വേണം വായിക്കാൻ. മെട്രിക്സ് 1 2 3 4 5 6 വായിക്കേണ്ട രീതി. മെട്രിക്സ് 1 2 3 4 5 6. ആദ്യം നമ്മൾ ഫസ്റ്റ് റോ വായിക്കണം, പിന്നെ നമ്മൾ സെക്കൻഡ് റോ വായിക്കണം. അപ്പോൾ വായിക്കേണ്ടത് എക്സാമ്പിൾ മെട്രിക്സ് 1 2 3 4 5 6 ഈസ് ഓഫ് ഓർഡർ 2/3 എന്നാണ് എഴുതിയേക്കുന്നത്. ഇനി എന്താണ് ഓർഡർ? മെട്രിക്സ് ഓഫ് ഓർഡർ M/N. M/N ആണ്, ഇൻറ്റു അല്ല. ഇത് ഇച്ചിരി വലിയ ഇൻറ്റു ബൈ ഇട്ടാണ് വായിക്കണം. M/N ഒരു മെട്രിക്സിൻ്റെ ഓർഡറിനെ സൂചിപ്പിക്കുന്നതാണ് ഈ രൂപം M/N. ഇത് കണ്ടോ? 2/3. M ആയിട്ട് 2 വന്നു, N ആയിട്ട് 3 വന്നു. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് വായിച്ച് മെട്രിക്സ് 1 2 3 4 5 6. നിങ്ങൾക്കറിയാം ഈ മെട്രിക്സിനകത്ത് 1 2 3 ഫസ്റ്റ് റോയിൽ വന്ന എലമെൻറ്റ്സാണ്, 4 5 6 സെക്കൻഡ് റോയിൽ വന്ന എലമെൻറ്റ്സാണ്. അപ്പോൾ ഈ മെട്രിക്സിൽ ആകെ എത്ര റോ ഉണ്ട്? 2 റോ. റോയുടെ എണ്ണമാണ് ആദ്യം കുറിക്കുന്നത്. ഇനി ഫസ്റ്റ് കോളത്തിൽ വന്നത് 1 4, സെക്കൻഡ് കോളത്തിൽ വന്നത് 2 5, തേർഡ് കോളത്തിൽ വന്നത് 3 6. അപ്പോൾ ഈ മെട്രിക്സിൽ ആകെ എത്ര കോളം ഉണ്ട്? 3. അതാണ് രണ്ടാമത് കുറിക്കുന്നത്. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ പറയുമ്പോൾ ആദ്യം റോയുടെ എണ്ണം, പിന്നെ കോളത്തിൻ്റെ എണ്ണം, ബൈ ഇടയ്ക്ക് 2/3 ഓർഡറുള്ളൊരു മെട്രിക്സാണ് മെട്രിക്സ് 1 2 3 4 5 6. അത് തന്നെ എഴുതിയേക്കുന്നത്. മെട്രിക്സ് 1 2 3 4 5 6 ഇസ് ഓഫ് ഓർഡർ 2/3 എന്ന് പറയാതെ ഈ മെട്രിക്സ് എഴുതിയിട്ട് അതിൻ്റെ ഈ അറ്റത്ത് ഇങ്ങനെ താത്തി 2/3 എന്ന് എഴുതിയിട്ടാൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം ഈ മെട്രിക്സിൻ്റെ ഓർഡർ 2/3 ആണ്. ഓർഡർ എന്ന് പറയുമ്പോൾ ആദ്യം റോയുടെ എണ്ണം പറയണം, പിന്നെ കോളത്തിൻ്റെ എണ്ണം പറയണം. എ മെട്രിക്സ് ഹാവിങ് M റോസ് ആൻഡ് N കോളംസ് എന്ന് പറയുമ്പോൾ മെട്രിക്സ് ഓഫ് ഓർഡർ എന്തായി മാറും? M/N. എ മെട്രിക്സ് ഹാവിങ് M റോസ് ആൻഡ് N കോളംസ് വരുമ്പോൾ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായി മാറും? M/N. ഇത്ര നേരമാണ് നമ്മൾ പഠിച്ചത്. ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ് നമ്പേഴ്സ്, അതിനകത്ത് റോയുണ്ട്, കോളമുണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് അറേഞ്ച്മെൻറ്റ് നമ്പേഴ്സ് റോയും, വെർട്ടിക്കൽ ലൈൻ ഓഫ് അറേഞ്ച്മെൻറ്റ് നമ്പേഴ്സ് മെട്രിക്സ്, പിന്നെ മെട്രിക്സ് കോളവുമാണ്. ഇനി മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? ആദ്യം റോയുടെ എണ്ണം പറയും, പിന്നെ കോളത്തിൻ്റെ എണ്ണം പറയും. അങ്ങനെ നമുക്കൊരു മെട്രിക്സിൻ്റെ ഓർഡർ പറയാൻ പറ്റും. എങ്ങനെയാണ് മെട്രിക്സ് വായിക്കേണ്ടത്? ആദ്യം മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് റോ വായിക്കണം, പിന്നെ സെക്കൻഡ് റോ വായിക്കണം. ഇടയ്ക്ക് കോമയൊന്നും ഇടാൻ പാടില്ല. ജനറൽ എലമെൻറ്റ് Aij ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ ജനറൽ എലമെൻ്റ് എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ട്, Aij. ഇച്ചിരി താത്തിയാണ്, എയുടെ അതേ വലുപ്പത്തിലല്ല, ചെറുതാക്കി സ്വല്പം താത്തി Ij എന്ന് എഴുതും. ഇതിൻ്റെ അർത്ഥം ith റോ jth കോളത്തിൽ കിടക്കുന്ന എലമെൻ്റാണ് Aij. അതാണ് ജനറൽ എലമെൻ്റായിട്ട് വെച്ചിരിക്കുന്നത്. ith റോ jth കോളത്തിൽ കിടക്കുന്ന എലമെൻ്റാണ് Aij. അതിനെ ജനറൽ എലമെൻറ്റ് ഓഫ് എ മെട്രിക്സ് ആയിട്ട് എടുക്കുന്നു.
ആൻഡ് എലമെൻറ്റ് ഇൻ ദി ith row and jth column of a matrix. ഓർഡർ പറയുമ്പോഴും റോയുടെ എണ്ണം ആദ്യം പറയും, കോളത്തിൻ്റെ എണ്ണം പിന്നെ പറയും. എലമെൻറ്റ് പറയുമ്പോഴും റോയിലെ ith റോയിൽ jth കോളത്തിൽ അവിടെ റോയാണ് ആദ്യം പറയുന്നത്. കിടക്കുന്ന എലമെൻറ്റ് AIJ, അത് ജനറൽ എലമെൻറ്റ്. ഇതുകൊണ്ട് ഒരു മെട്രിക്സ് എഴുതിയേക്കണേ. എ സമം മെട്രിക്സ്, വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് മെട്രിക്സിന് പേര് കൊടുക്കണം. എ തൊട്ട് ഇസഡ് വരെയുള്ള ഇംഗ്ലീഷ് അക്ഷരത്തിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ചെയ്ത് മെട്രിക്സിനെ സൂചിപ്പിക്കാം. അപ്പോൾ M/n ഓർഡർ ഉള്ള ഒരു മെട്രിക്സിൻ്റെ ഫോമായി എഴുതിയിരിക്കണം. ജനറൽ ഫോം ഓഫ് മെട്രിക്സ് ഓഫ് ഓർഡർ M/n. M/n ആണ് ഇതിൻ്റെ ഓർഡർ എന്ന് പറയാൻ. ഇതിനകത്ത് എത്ര റോ ഉണ്ടെന്ന് നോക്കിയേ. M/n വരുമ്പോൾ റോ m എണ്ണം വേണം. ഈ ഇങ്ങനെ രണ്ട് സംഖ്യ ഉപയോഗിച്ച് എലമെൻറ്റിനെ സൂചിപ്പിക്കുമ്പോൾ നിങ്ങളിവിടെ കണ്ടതാണ് ith റോ jth കോളം. 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്, ശരിയല്ലേ? ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ, അതായത് ഈ സ്ഥാനത്ത് വരേണ്ട എലമെൻറ്റാണ് A11. ഇനി A12 ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ, ശരിയല്ലേ? ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റിൻ്റെ സ്ഥാനമല്ലേ ഇത്, അതുകൊണ്ട് ഇവിടെ A12, A13. A13 കൊണ്ട് ഉദ്ദേശിക്കണേ ഫസ്റ്റ് റോ തേർഡ് കോളത്തിലെ എലമെൻറ്റ്, ശരിയല്ലേ? ഈ സ്ഥാനത്ത് വരേണ്ടത് ഫസ്റ്റ് റോയിൽ കിടക്കുന്ന തേർഡ് കോളത്തിൽ കിടക്കുന്ന എലമെൻറ്റാണ്. എക്സെട്ര. ഇനി A14, A15, A16 അങ്ങനെ എഴുതണ്ട, എക്സെട്ര കിട്ടാൽ മതി. ലാസ്റ്റ് A1n എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് റോയിലെ nth കോളത്തിൽ, ശരിയാണ്? ഫസ്റ്റ് റോയിൽ തന്നെയാണ്, ഇത് nth കോളാണ്. അതുകൊണ്ട് ഫസ്റ്റ് റോ nth കോളത്തിൽ കിടക്കുന്ന എലമെൻറ്റിനെ എങ്ങനെ എഴുതണം? A1n. നമ്മുടെ മെട്രിക്സിൻ്റെ ഓർഡർ M/n ആയതുകൊണ്ട് ആകെ എത്ര റോയാണ് വേണ്ടേ? M. എത്ര കോളം വേണ്ടേ? n. അതുകൊണ്ട് ഈ ലാസ്റ്റത്തെ കോളം nth കോളം. ഇനി കണ്ടോ, n എല്ലാത്തിലും ലാസ്റ്റ് വന്നേക്കണേ, കാരണം nth കോളം സൂചിപ്പിക്കാനാണ് ലാസ്റ്റ് n എഴുതിയേക്കണേ. n കോളം ഉള്ളൂ. ഇതോ ഈ വണ്ണുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഫസ്റ്റ് കോളത്തെ. ഈ ടൂകൾ, ഈ അറ്റത്ത് വരുന്ന ടൂകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? സെക്കൻഡ് കോളത്തെ. ഈ അറ്റത്ത് വന്നിരിക്കുന്ന 3കൾ എന്തിനെ സൂചിപ്പിക്കുന്നു? തേർഡ് കോളത്തെ. അങ്ങനെയാണെങ്കിൽ ഈ അരികിൽ വന്നിരിക്കുന്ന n എന്തിനെ സൂചിപ്പിക്കുന്നു? nth കോളത്തെ. n കോളമാണ് ഇതിൽ പാടുള്ളൂ. ഇനി എത്ര റോ വേണം? m. ഓർഡർ പറയുമ്പോൾ റോയുടെ എണ്ണമാണ് ആദ്യം പറയണത്. m റോ ഉണ്ടോ നോക്കുക. ഈ ആദ്യം വരുന്നത് റോയെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ്, എല്ലാത്തിലും 1 ആണ്. അപ്പോൾ ഈ കിടക്കുന്ന എലമെൻറ്റ്സ് മുഴുവൻ ഏത് റോയിലാണ്? ഫസ്റ്റ് റോയിൽ. ഈ കിടക്കുന്നതിൽ 2 ആണ് എല്ലാത്തിലും ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കിടക്കുന്ന എലമെൻറ്റ്സ് സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സ് ആണ്. ഇനി ഇവിടെ വരേണ്ട എലമെൻറ്റ്സ് ഒന്ന് പറയാമോ? A31, A32, A33 എക്സെട്ര A3n. ഈ ലാസ്റ്റ് നമുക്ക് AM1, AM2, AM3 എക്സെട്ര AM എന്ന് പറഞ്ഞിരുന്നു മനസ്സിലായി. ഇത് mth റോയിലെ എലമെൻറ്റ്സ് ആണ്, ഇത് mth റോയിലെ എലമെൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ AM2 എവിടെ കിടക്കണേ? mth റോയിൽ സെക്കൻഡ് കോളത്തിൽ. AMn എവിടെ കിടക്കുന്നത്? mth റോയിൽ nth കോളത്തിൽ, mth റോയിൽ nth കോളത്തിൽ. അപ്പോൾ ഈ എലമെൻ്റ് എവിടെ കിടക്കുന്നതാണ്? ഈ എലമെൻറ്റ് A23 ആയതുകൊണ്ട് ഇത് കോളത്തിൽ സൂചിപ്പിക്കുന്നു, സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെൻറ്റ്. അപ്പോൾ അതിൻ്റെ സ്ഥാനം ഇവിടെയാണ്, സെക്കൻഡ് റോയിൽ തന്നെയാണ് കിടക്കുന്നത്, തേർഡ് കോളത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഓരോ എലമെൻറ്റിനും കറക്റ്റായിട്ടൊരു സ്ഥാനമുണ്ട്. അപ്പോൾ M/n ഓർഡർ ഉള്ള ഒരു മെട്രിക്സിൻ്റെ ജനറൽ ഫോം പറയാൻ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ എഴുതി വയ്ക്കേണ്ടി വരും. ഇതിനകത്ത് n കോളം വേണം, ഇത് m റോ വേണം. ആദ്യം വരുന്ന അക്ഷരം റോയുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു, അവസാനം വരുന്ന അക്ഷരം കോളത്തിൻ്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. നമ്മളോട് പറഞ്ഞത് m റോ n കോളം ഉള്ള മെട്രിക്സ് എഴുതാനാണ്. ഇതാണ് m റോയുള്ളത് n കോളമുള്ള മെട്രിക്സ്. അപ്പോൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുക? A മെട്രിക്സ് A11, A12, A13 എക്സെട്ര A1n, A21, A22, A23 എക്സെട്ര A2n, A31, A32, A33 എക്സെട്ര A3n എക്സെട്ര AM1, AM2, AM3 എക്സെട്ര AMn. ഇതിനുള്ളിൽ എവിടെയോ ith റോ jth കോളത്തിൽ ഒരു എലമെൻറ്റ് കിടപ്പുണ്ട്. ഇതായിരിക്കും ചിലപ്പോൾ ith റോ, ഇതായിരിക്കും ചിലപ്പോൾ jth കോളം. അപ്പോൾ ഞാനീ വരച്ചിട്ടുണ്ടല്ലേ, ith റോ jth കോളം കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് AIJ എന്ന എലമെൻറ്റ് കിടക്കും. ഈ AIJ എന്ന എലമെൻറ്റാണ് ഈ മെട്രിക്സിൻ്റെ ജനറൽ എലമെൻ്റായിട്ട് അറിയപ്പെടുന്നത്. അതാണ് ഈ മുകളിൽ എഴുതിയേക്കുന്നത്. ith റോ jth കോളത്തിൽ കുരിശ് വരച്ചപ്പോൾ കൂട്ടിമുട്ടിയ സ്ഥലത്ത് വരുന്ന എലമെൻറ്റാണ് AIJ, ജനറൽ എലമെൻറ്റാണ്. ഇനി കോളം മെട്രിക്സ് എന്താണ്? ഇത്രയേ ഉള്ളൂ. ഒരു കോളം മാത്രമുള്ള മെട്രിക്സിൻ്റെ പേരാണ് കോളം മെട്രിക്സ്, വേറെ ഒന്നുമില്ല. എ മെട്രിക്സ് ഹാവിങ് ഓൺലി 1 കോളം.
അതായത് എക്സാമ്പിൾ ഈ മെട്രിക്സ് കണ്ടോ, ഇതെങ്ങനെയാണ് വായിക്കേണ്ടത്? മെട്രിക്സ് ആദ്യം ഫസ്റ്റ് റോ 1 വായിച്ചു, പിന്നെ സെക്കൻഡ് റോ 2 വായിച്ചു. മെട്രിക്സ് വായിക്കുമ്പോൾ ആദ്യം റോ വൈസാണ് വായിക്കാവുള്ളൂ. മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് 1 2. അപ്പോൾ കോളം വൈസ് അല്ല വായിച്ചത്. ഫസ്റ്റ് റോയിൽ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, സെക്കൻഡ് റോയിൽ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ മെട്രിക്സിന് എത്ര റോ? 2 റോ. ഈ മെട്രിക്സിന് എത്ര കോളം? 1 കോളം. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 2/1. ഈ മെട്രിക്സ് വായിക്കുക. മെട്രിക്സ് 0 -1 2. നിങ്ങൾ നോക്കി എത്ര റോയാണ്? 3 റോ. എത്ര കോളമാണ്? 1 കോളം. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 3/1. ഇങ്ങനെ ഒരു കോളം മാത്രമുള്ള മെട്രിക്സുകൾ അറിയപ്പെടുന്ന പേരാണ് കോളം മെട്രിക്സ്. അടുത്ത പേജിൽ റോ മെട്രിക്സ്. അതിൻ്റെ അർത്ഥം ഒരു റോ മാത്രമുള്ള മെട്രിക്സുകൾ അറിയപ്പെടുന്ന പേരാണ് റോ മെട്രിക്സ്. ഈ മെട്രിക്സ് ഹാവിങ് ഓൺലി 1 റോ. റോയുടെ സ്പെല്ലിംഗ് ROW എന്നാണ്. എക്സാമ്പിൾ മെട്രിക്സ് 1 2 3 4. അപ്പോൾ ഈ മെട്രിക്സിൽ എത്ര റോയാ? 1 റോ. അതുകൊണ്ട് 1 ആദ്യം എഴുതി. എത്ര കോളം? 1 2 3 4 കോളം. അപ്പോൾ 4 രണ്ടാമത് എഴുതി. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 1/4. ഈ മെട്രിക്സിൽ എത്ര റോയാ? 1 റോ. എത്ര കോളം? 2 കോളം. ഈ മെട്രിക്സ് എങ്ങനെയാണ് വായിക്കേണ്ടത്? മെട്രിക്സ് -1 8. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 1 റോ 2 കോളം 1/2. ഇങ്ങനെയുള്ള മെട്രിക്സ് അറിയപ്പെടുന്ന റോ മെട്രിക്സ്. എന്താണ് സ്ക്വയർ മെട്രിക്സ്? സ്ക്വയർ മെട്രിക്സ് സ്ക്വയറിൻ്റെ ആകൃതി തന്നെ എന്ന് വെച്ചാൽ റോയുടെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും സെയിം ആയിരിക്കണം. നമ്പർ ഓഫ് റോസ് ഈസ് ഇക്വൽ ടു നമ്പർ ഓഫ് കോളംസ് വന്നാലേ ഇങ്ങനെ സ്ക്വയർ ആകൃതി വരുള്ളൂ. അങ്ങനെയുള്ള മെട്രിക്സിൻ്റെ പേരാണ് സ്ക്വയർ മെട്രിക്സ്. എ മെട്രിക്സ് ഹാവിങ് ഇൻ വിച്ച് നമ്പർ ഓഫ് റോസ് ഈസ് ഇക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ സ്ക്വയർ മെട്രിക്സ്. എക്സാമ്പിൾ എഴുതിയേക്കണുണ്ടോ? എങ്ങനെയാണ് വായിക്കേണ്ടത്? മെട്രിക്സ് ആദ്യം വായിക്കേണ്ടത് 1 2, പിന്നെ വായിക്കേണ്ടത് 3 4. ആദ്യം റോ വായിച്ച് തീർന്നിട്ട് അടുത്ത റോ വായിക്കണം. മെട്രിക്സ് 1 2 3 4. എത്ര റോയാണ്? 2. എത്ര കോളാണ്? 2. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താണ്? 2/2. അങ്ങനെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസ് ഈക്വലായിട്ട് വരുന്ന മെട്രിക്സിൻ്റെ പേരാണ് സ്ക്വയർ മെട്രിക്സ്. ഇനി സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n എന്ന് വെച്ചാൽ ഒരു മെട്രിക്സിനകത്ത് n റോയും n കോളവും ഉണ്ടെങ്കിൽ സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ റോസിൻ്റെ എണ്ണം കോളത്തിൻ്റെ എണ്ണം സെയിം ആണ്. അപ്പോൾ ഓർഡർ n വരുമ്പോൾ n/n എന്ന് പറയുന്നതിന് പകരം ഒരേ അക്ഷരം തന്നെ ആയതുകൊണ്ട്, ഒരേ സംഖ്യ തന്നെ ആയതുകൊണ്ട് n എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഓർഡർ 3/3. സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 5 കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഓർഡർ 5/5. ഇങ്ങനെ പറയാതെ ഇങ്ങനെയും പറയാം. സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n. ഡയഗണൽ എലമെൻറ്റ്സ്. ദ എലമെൻറ്റ്സ് A11 A22 A33 എക്സെട്ര ഇൻ എ സ്ക്വയർ മെട്രിക്സ്. ഡയഗണൽ എലമെൻറ്റ്സ് ഉള്ളത് സ്ക്വയർ മെട്രിക്സിനാണ്. ഡയഗണലിൻ്റെ രൂപത്തിൽ എടുക്കുമ്പോൾ അവിടെ വരുന്ന എലമെൻറ്റ്സാണ് ഡയഗണൽ എലമെൻറ്റ്സ് എന്നറിയപ്പെടുന്നത്. ദ എലമെൻറ്റ്സ് A11 A22 A33 എക്സെട്ര ഇൻ എ സ്ക്വയർ മെട്രിക്സ് ആണ് ഡയഗണൽ എലമെൻറ്റ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ദ എലമെൻറ്റ്സ് A11 A22 A33 എക്സെട്ര ഇൻ എ സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ സ്ക്വയർ മെട്രിക്സിലാണ് ഡയഗണൽ എലമെൻറ്റ്സ് വരുള്ളൂ. സ്ക്വയർ മെട്രിക്സിലാണ് ഡയഗണൽ എലമെൻറ്റ്സ് വരുള്ളൂ. നിങ്ങൾ നോക്കി, ഇതാണ് ഡയഗണലായിട്ട് തോന്നുന്നത്. സ്ക്വയർ മെട്രിക്സ് അല്ല എങ്കിലും ഒരു സ്ക്വയർ മെട്രിക്സിലാണ് ഡയഗണൽ എലമെൻറ്റ്സ് വരുള്ളൂ. കണ്ടോ? A11 A22, ഇവിടെ A33, ഇവിടെ A44, ഇവിടെ A55 അങ്ങനെ വരും. ഒരു സ്ക്വയർ മെട്രിക്സിലെ ഡയഗണലിൽ വരുന്ന എലമെൻറ്റ്സാണ് ഡയഗണൽ എലമെൻറ്റ്സ്. ഒരു സ്ക്വയർ മെട്രിക്സിലെ ഡയഗണലായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അവിടെ വരുന്ന എലമെൻറ്റ്സാണ് ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് എന്നറിയപ്പെടുന്ന ഒരു സ്ക്വയർ മെട്രിക്സിലേ അതുള്ളൂ. ഡയഗണൽ വരച്ചാൽ അവിടെ വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? A11 A22 A33. അതായത് ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്, സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്, തേർഡ് കോളത്തിലെ എലമെൻറ്റ്, ഫോർത്ത് കോളത്തിലെ എലമെൻറ്റ്, അങ്ങനെ വരുന്ന എലമെൻറ്റ്സാണ് ഡയഗണൽ എലമെൻറ്റ്സ്. ഇനി ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്ക്വയർ മെട്രിക്സിലേ ഉള്ളൂ. എപ്പോൾ നമ്മൾ സ്ക്വയർ മെട്രിക്സ് പഠിച്ചോ അത് കഴിഞ്ഞ് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ സ്ക്വയർ മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെയാണ് സ്ക്വയർ മെട്രിക്സ് പഠിച്ചത്. നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസ് ഈക്വലായിട്ട് വരിക. പിന്നെ സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ പറഞ്ഞു. പിന്നെ ഡയഗണൽ എലമെൻറ്റ്സ് ഉള്ള സ്ക്വയർ മെട്രിക്സിലാണ്. ഇനി ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കുന്ന മെട്രിക്സ് പോലും സ്ക്വയർ മെട്രിക്സ് ആണ്. ഇനി സ്കേലാർ മെട്രിക്സ് പഠിക്കുമ്പോൾ അതും സ്ക്വയർ മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഇനി പഠിക്കുന്നത് കുറേ കാര്യങ്ങൾ സ്ക്വയർ മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്വയർ മെട്രിക്സിലെ ഡയഗണൽ എലമെൻറ്റ്സ് പൂജ്യമല്ലാത്ത സംഖ്യ വരിക, ബാക്കി എലമെൻറ്റ്സ് 0 തന്നെ വരിക. എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ സീറോസ്.
ഇതാണ് നോൺ ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് ഇതാണ്. ഡയഗണൽ എലമെൻറ്റ്സ് 0 അല്ലാത്ത സംഖ്യ വരികയും നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ഉറപ്പായിട്ടും 0 എന്ന സംഖ്യ തന്നെ വരികയും ചെയ്യുമ്പോൾ ആ മെട്രിക്സ് അറിയപ്പെടുന്ന ഡയഗണൽ മെട്രിക്സ് ആണ്. ഒരു സ്ക്വയർ മെട്രിക്സിലെ ഡയഗണൽ എലമെൻറ്റ്സ് അല്ലാത്ത നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 വരണം. അങ്ങനെയാണെങ്കിൽ ആ സ്ക്വയർ മെട്രിക്സ് അറിയപ്പെടുന്നത് ഡയഗണൽ മെട്രിക്സ് ആണ്. എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ സീറോസ്. ഇനി സ്കേലാർ മെട്രിക്സ് എന്താണ്? സ്കേലാർ മെട്രിക്സ് ഇത് ഈ കിടക്കുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്. ഡയഗണൽ എലമെൻറ്റ്സ് 3 3 3. ഇത് A11ൻ്റെ സ്ഥാനത്ത് വന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിൽ. ഇത് A22ൻ്റെ സ്ഥാനത്ത് വന്നത് സെക്കൻഡ് റോ സെക്കൻഡ് കോളത്തിൽ. ഇത് A33യുടെ സ്ഥാനത്ത് വന്നത് തേർഡ് റോ തേർഡ് കോളത്തിൽ. അപ്പോൾ ഇത് ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. ഡയഗണൽ എലമെൻറ്റ്സ് 0 അല്ലാത്ത ഏത് സംഖ്യയും വരാം. അപ്പോൾ ഇത് ഡയഗണൽ മെട്രിക്സ് അറിയപ്പെടും. ഇനി ആ ഡയഗണൽ എലമെൻറ്റ്സ് ഈക്വലായിട്ട് വന്നാൽ അതിൻ്റെ പേരാണ് സ്കേലാർ മെട്രിക്സ്. എ ഡയഗണൽ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഈക്വൽ. അപ്പോൾ ഡയഗണൽ മെട്രിക്സിനകത്തെ എല്ലാ ഡയഗണൽ എലമെൻറ്റ്സും ഈക്വലായിട്ട് വരിക. അപ്പോൾ ഡയഗണൽ മെട്രിക്സ് വരണമെങ്കിൽ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയിട്ട് വരണം. ഡയഗണൽ എലമെൻറ്റ്സ് 0 അല്ലാത്ത ഏതെങ്കിലും സംഖ്യ വന്നാൽ മതി. അപ്പോൾ ഡയഗണൽ മെട്രിക്സ് ആയി. ഇനി ആ ഡയഗണൽ മെട്രിക്സിലെ ഡയഗണൽ എലമെൻറ്റ്സ് ഈക്വലായിട്ടും കൂടെ വരികയാണെങ്കിൽ അതിൻ്റെ പേരാണ് സ്കേലാർ മെട്രിക്സ്. ഇനി യൂണിറ്റ് മെട്രിക്സ് ആയി. യൂണിറ്റ് മെട്രിക്സിന് മറ്റൊരു പേരുണ്ട് ഐഡൻറ്റിറ്റി മെട്രിക്സ് I എന്ന ഇംഗ്ലീഷ് അക്ഷരം യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. I1 I2 I3 അങ്ങനെ എഴുതാൻ കാര്യം ഇത് 1/1 ഓർഡറുള്ള, ഇത് 2/2 ഓർഡറുള്ള, ഇത് 3/3 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സുകളെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ. ഇവിടെയെല്ലാം 1 1 1 വരിക, ബാക്കിയെല്ലാം 0 0 വരിക. അപ്പോൾ ഇതെന്താണ്? സ്കേലാർ മെട്രിക്സ്. അപ്പോൾ വീണ്ടും സ്കേലാർ മെട്രിക്സിൽ തുടങ്ങി. എ സ്കേലാർ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ 1. സ്കേലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെൻറ്റ്സ് ഈക്വലായിട്ട് വരിക. ആ ഈക്വലായിട്ട് വന്ന സംഖ്യ 1 ആയിട്ടും കൂടെ വരിക. അപ്പോൾ അതിൻ്റെ പേരാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. കണ്ടോ? 1 മെട്രിക്സ് 1 0 0 1. അപ്പോൾ I2 ആണ്. 2/2 ഓർഡർ ആയതുകൊണ്ട് 2 റോ 2 കോളം. മെട്രിക്സ് 1 0 0 0 1 0 0 0 1. അപ്പോൾ ഇത് സ്കേലാർ മെട്രിക്സ് ആണ്. ഇതിലെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഒരേ സംഖ്യ 1 തന്നെ വന്നു. ഇതിൻ്റെ ഓർഡർ 3 റോ 3 കോളം. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ 3/3. അതിൻ്റെ പേര് I3. ഇതിനകത്ത് 1 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 1/1 ഓർഡർ. 1/1 എന്ന് പറഞ്ഞാൽ ഒരു റോയും ഒരു കോളും. അപ്പോൾ ഒരു സിംഗിൾ എലമെൻറ്റ് അതിനകത്ത് വരുള്ളൂ. അങ്ങനെ I1. അപ്പോൾ ഇനി 0 മെട്രിക്സ് എന്താണ്? O എന്ന അക്ഷരം 0 മെട്രിക്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കുവാണ്. I എന്ന അക്ഷരം ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കുവാണ്. എ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ എലമെൻറ്റ്സ് ആർ സീറോസ്. ആ മെട്രിക്സിനകത്ത് എല്ലാ എലമെൻറ്റിനും 0 വരിക. അതിപ്പോൾ സ്ക്വയർ മെട്രിക്സ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. 0 മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇപ്പോൾ ഇവിടം വരെയുള്ള കാര്യങ്ങളാണ് സ്ക്വയർ മെട്രിക്സിൽ നിന്നത്. എന്തൊക്കെ സ്ക്വയർ മെട്രിക്സിൽ നിന്നും? യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. എന്ന് വെച്ചാൽ 1/1 2/2 3/3 അങ്ങനത്തെ ഓർഡർ ആയിരിക്കണം. ഇനി സ്കേലാർ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഒരേ സംഖ്യ തന്നെ വരണം. ഡയഗണൽ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ഡയഗണൽ എലമെൻറ്റ്സ് ഒഴിച്ച് ബാക്കിയുള്ള നോൺ ഡയഗണൽ എലമെൻറ്റ്സ് 0 വരണം. ഈക്വലായിട്ട് വരണമെന്നില്ല. ഈക്വലായിട്ട് വന്നാൽ ഈ ഡയഗണൽ മെട്രിക്സ് ഈ സ്കേലാർ മെട്രിക്സ് എന്ന് അറിയപ്പെടും. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വലായിട്ട് വരുന്ന മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സും സ്കേലാർ മെട്രിക്സും ആവുള്ളൂ, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആവുള്ളൂ. പക്ഷേ 0 മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എല്ലാ എലമെൻറ്റും 0 വരിക എന്ന് മാത്രം മതി. ഈക്വൽ മെട്രിക്സസ് A സമം B. 2 മെട്രിക്സ് എയും ബി ഈക്വൽ ആണെങ്കിൽ A സമം B എന്ന് പറയും. എപ്പോഴാണ് 2 മെട്രിക്സ് ഈക്വൽ ആണെന്ന് വെച്ചാൽ 2 മെട്രിക്സസ് A and B are said to be equal if they are of same order and all the elements in the corresponding position are equal. 2 മെട്രിക്സ് എയും ബിയും ഈക്വൽ ആണെന്ന് അറിയപ്പെട്ട് A സമം B എന്ന് എഴുതണമെങ്കിൽ ഒരേ ഓർഡർ ആയിരിക്കണം. കൂടാതെ എല്ലാ എലമെൻറ്റ്സും കറസ്പോണ്ടിങ് പൊസിഷനിൽ കിടക്കുന്ന എല്ലാ എലമെൻറ്റ്സും ഈക്വൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ് ഈ എ, ഇവിടുത്തെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ് പിയുമായിട്ട് ഈക്വലായിട്ട് വരണം. കൂടാതെ ഇത് എവിടത്തെ കിടക്കുന്ന എലമെൻറ്റാണ്? ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ മെട്രിക്സിലെ എലമെൻറ്റ് ഈ ക്യൂ ആണ്. ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്. അപ്പോൾ ബിയും ക്യൂവും തുല്യമായിട്ട് വരണം.
ഇത് സി അവിടെ കിടക്കുന്ന സെക്കൻഡ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്, അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഈ ആറാണ്. സെക്കൻഡ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്, അപ്പോൾ സി = 6 തന്നെ. ഡി അവിടെ കിടക്കുന്ന എലമെൻറ്റ് സെക്കൻഡ് റോ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്, അതിന് കറസ്പോണ്ടിങ് എലമെൻറ്റ് എസ് ആണ്. സെക്കൻഡ് റോ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്, അപ്പോൾ ഡി = S തന്നെ. ഇങ്ങനെ വന്നാൽ മാത്രമേ ഈ രണ്ട് മെട്രിക്സ് ഇക്വലാവുള്ളൂ. മെട്രിക്സ് എ ബി എങ്ങനെയാണ് വായിക്കേണ്ടത്? മെട്രിക്സ് എ ബി സി ഡി = മെട്രിക്സ് പി ക്യു ആർ എസ് ഇംപ്ലൈസ് എ = പി, ബി = ക്യു, സി = ആർ, ഡി = എസ്. അപ്പോൾ രണ്ട് മെട്രിക്സ് ഈക്വൽ മെട്രിക്സ് അല്ലെങ്കിൽ എ = ബി ഇട്ട് പറഞ്ഞെങ്കിൽ ആ മെട്രിക്സിന് ഒരേ ഓർഡർ ആയിരിക്കണം, കൂടാതെ കറസ്പോണ്ടിങ് പൊസിഷനിൽ കിടക്കുന്ന എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കണം. ഓർഡർ 2/2 ആണ് ഇവിടെയും 2/2 ആണ്. ഒരേ ഓർഡർ വേണം, കറസ്പോണ്ടിങ് പൊസിഷനിൽ കിടക്കുന്ന എലമെൻറ്റ്സ് ഈക്വൽ ആയിട്ടും വരണം. സം ഓഫ് ടു മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ, രണ്ട് മെട്രിക്സ് കൂട്ടണമെങ്കിൽ സെയിം ഓർഡർ ഉള്ള മെട്രിക്സ് തമ്മിലേ കൂട്ടാൻ പറ്റുള്ളൂ. ഈസ് ദ മെട്രിക്സ് ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് ദ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓഫ് ദ ഗിവൺ മെട്രിക്സസ്. വെറും നിസ്സാര കാര്യമാണ്. രണ്ട് മെട്രിക്സ് കൂട്ടാൻ ഒരു കാര്യമില്ല. ഒരു പുതിയ മെട്രിക്സ് എന്നാലും കിട്ടും, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ കൂട്ടി വെച്ചാൽ മതി. അതായത് ഈ രണ്ട് മെട്രിക്സുകൾ കൂട്ടണമെങ്കിൽ 2/2 ഓർഡർ 2/2 ഓർഡർ ഒരേ ഓർഡർ തമ്മിലേ കൂട്ടാൻ പറ്റുള്ളൂ. എയും പി യോടെ കൂട്ടി A+P എന്ന് എഴുതുക പുതിയ മെട്രിക്സിൽ, ബിയും ക്യൂ കൂടെ കൂട്ടി B+Q എന്ന് എഴുതുക പുതിയ മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻ്റായിട്ട്. സിയും ആറും കൂടെ കൂട്ടി C+R എന്ന് എഴുതുക. എവിടെ എഴുതണം? സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളത്തിലെ എലമെൻ്റായിട്ട്. ഡിയും എസും കൂടെ കൂട്ടി D+S എന്ന് എഴുതണം. എവിടെ എഴുതണം? സെക്കൻഡ് റോ സെക്കൻഡ് കോളത്തിൽ എഴുതണം. അങ്ങനെ രണ്ട് മെട്രിക്സ് കൂട്ടാനായിട്ട് കറസ്പോണ്ടിങ് പൊസിഷനിൽ കിടക്കുന്ന എലമെൻറ്റ്സ് കൂട്ടി വെച്ചാൽ മതി. കമ്മ്യൂട്ടേറ്റീവ് ലോ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് മെട്രിക്സ് അഡീഷന്. സം ഓഫ് ടു മെട്രിക്സ് ഓഫ് സെയിം ഓർഡർ, ഒരേ ഓർഡറുള്ള മെട്രിക്സേ കൂട്ടാൻ പറ്റുള്ളൂ. ആദ്യത്തെ മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിൽ കിടക്കുന്ന എലമെൻറ്റും രണ്ടാമത്തെ മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിൽ കിടക്കുന്ന എലമെൻറ്റോട് ചുമ്മാ കൂട്ടി വയ്ക്കുക. ആദ്യത്തെ മെട്രിക്സിലെ ഫസ്റ്റ് സെക്കൻഡ് കോളത്തിൽ കിടക്കുന്ന എലമെൻറ്റും രണ്ടാമത്തെ മെട്രിക്സിലെ ഫസ്റ്റ് സെക്കൻഡ് കോളത്തിൽ കിടക്കുന്ന എലമെൻറ്റോട് ചുമ്മാ കൂട്ടി വയ്ക്കുക. സെക്കൻഡ് റോ ഫസ്റ്റ് കോളത്തിലെ ആദ്യത്തെ മെട്രിക്സിലെ എലമെൻറ്റും സെക്കൻഡ് റോ ഫസ്റ്റ് കോളത്തിലെ രണ്ടാമത്തെ മെട്രിക്സിലെ എലമെൻറ്റോട് കൂട്ടി പുതിയ മെട്രിക്സിൽ ആ സെക്കൻഡ് റോ ഫസ്റ്റ് കോളത്തിൽ കൊണ്ട് എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതേ ഓർഡർ തന്നെയുള്ള ഏതൊക്കെ രണ്ട് മെട്രിക്സ് കൂട്ടിയോ അവയുടെ ഓർഡർ തന്നെയുള്ള വേറൊരു പുതിയ മെട്രിക്സ് കിട്ടും. അതാണ് ആദ്യത്തെ രണ്ട് മെട്രിക്സുകളുടെ സമ്മായിട്ട് വരുന്ന മെട്രിക്സ്. കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് മെട്രിക്സ് അഡീഷന്. മെട്രിക്സിൻ്റെ നോട്ട് നല്ല എളുപ്പമാണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ ഉണ്ട്. രണ്ട് മെട്രിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റിയിട്ട് കൂട്ടാം, ഒരു കുഴപ്പമില്ല, ഉത്തരം സെയിം ആയിരിക്കും. ഈ എയും ബിയും രണ്ട് മെട്രിക്സുകളാണ്, അവ തമ്മിൽ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ഒരു പുതിയ മെട്രിക്സ് കിട്ടും. ബി ആദ്യം എഴുതിയിട്ട് പിന്നെ എ എഴുതിയിട്ട് കൂട്ടിയാലും നേരത്തെ കിട്ടിയ മെട്രിക്സ് തന്നെ കിട്ടും. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ലോ മെട്രിക്സ് അഡീഷൻ ഉണ്ട്, അസോസിയേറ്റീവ് ലോയും മെട്രിക്സ് അഡീഷൻ ഉണ്ട്. മൂന്ന് മെട്രിക്സാണ് എയും ബിയും സിയും, ബ്രാക്കറ്റ് മാറ്റിയിട്ട് സ്ഥാനം മാറ്റിയിട്ട് കൂട്ടിയെന്ന് മാത്രം. A+B+C, ബി സിയുടെ ആദ്യം കൂട്ടിയെടുത്തു, എന്നിട്ട് എ എന്ന മെട്രിക്സിൻ്റെ കൂടെ ഈ കിട്ടിയ പുതിയ മെട്രിക്സ് ഒരെണ്ണമാണിത്, ഒരെണ്ണമായിട്ട് ഇത് മാറും. ആ മെട്രിക്സ് കൂട്ടി ഒരു ഫൈനൽ ആൻസർ കിട്ടി. അപ്പോൾ LHS മുഴുവൻ മൂന്ന് മെട്രിക്സ് കിടന്ന് കൂട്ടിയെടുത്തപ്പോൾ ഒരു സിംഗിൾ മെട്രിക്സ് ആയിട്ട് വന്നു. ആ ആൻസർ തന്നെയാണ് ഈ രണ്ട് മെട്രിക്സ് ആദ്യം കൂട്ടിയെടുത്ത് ഒരു മെട്രിക്സ് ആക്കുക, അതിൻ്റെ കൂടെ സി എന്ന മെട്രിക്സ് വീണ്ടും കൂട്ടിയെടുത്ത് വേറെ പുതിയൊരു ആൻസർ ആക്കുക. അപ്പോൾ ഇവിടെ വരുന്ന ഒരു സിംഗിൾ ആൻസർ ഇവിടെ വന്ന സിംഗിൾ ആൻസർ സെയിം ആണ്. അസോസിയേറ്റീവ് ലോ ഉണ്ടെന്ന്. ഐഡൻറ്റിറ്റി ഓഫ് മെട്രിക്സ് അഡീഷൻ ഈസ് O എന്ന് പറഞ്ഞാൽ സീറോ മെട്രിക്സ്, നേരത്തെ പഠിച്ചത്. ഒരു മെട്രിക്സിൻ്റെ കൂടെ സീറോ മെട്രിക്സ് കൂട്ടിയാലും സീറോ മെട്രിക്സിൻ്റെ കൂടെ എ എന്ന മെട്രിക്സ് കൂട്ടിയാലും എ എന്ന മെട്രിക്സ് തന്നെ കിട്ടുന്നു. അതുകൊണ്ട് സീറോ മെട്രിക്സ് ആണ് മെട്രിക്സ് അഡീഷൻ. സീറോ മെട്രിക്സ് പറയുമ്പോൾ സർവ്വ എലമെൻറ്റ് സീറോ ആയിട്ട് കിടക്കുന്ന മെട്രിക്സ്. രണ്ട് മെട്രിക്സ് കൂട്ടണമെങ്കിൽ അവയ്ക്ക് ഒരേ ഓർഡർ ആയിരിക്കണം, എങ്കിലേ കൂട്ടാൻ പറ്റുള്ളൂ. എയുടെ ഓർഡർ എന്താണോ അതേ ഓർഡറിൽ തന്നെയുള്ള സീറോ മെട്രിക്സ് എടുക്കണം. ഇനി അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ ഈസ് -A. എ എന്ന മെട്രിക്സിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -A. നിങ്ങൾ ഈ എയും ബിയും വലിയ അക്ഷരങ്ങളെല്ലാം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണം ഇത് വെറും ഇംഗ്ലീഷ് അക്ഷരങ്ങളല്ല, ഓരോ മെട്രിക്സ് നമ്മൾ പേര് കൊടുത്തേക്കുന്നതാണ്. എ എന്ന മെട്രിക്സിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -A എന്ന മെട്രിക്സ് ആണ്. എന്ന് വെച്ചതിൻ്റെ അർത്ഥം എ എന്ന മെട്രിക്സിൻ്റെ കൂടെ -A എന്ന മെട്രിക്സ് കൂട്ടിക്കഴിയുമ്പോൾ ഒരു ആൻസർ കിട്ടും. ആ ആൻസർ വേറെ ഒന്നുമല്ല, സീറോ മെട്രിക്സ് ആയിരിക്കും. -A എന്ന മെട്രിക്സിൻ്റെ കൂടെ എ എന്ന മെട്രിക്സ് കൂട്ടിയാലും സീറോ മെട്രിക്സ് കിട്ടും. എ എന്ന മെട്രിക്സിലെ എല്ലാ എലമെൻറ്റും ചിഹ്നം മാറി കിടക്കുന്നതാണ് -A എന്ന മെട്രിക്സിൽ. അപ്പോൾ രണ്ട് മെട്രിക്സിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ കൂട്ടുമ്പോൾ എല്ലാ എലമെൻറ്റും സീറോ ആയിട്ട് മാറും എന്നുള്ള ഉറപ്പാണ്. എല്ലാ എലമെൻറ്റും സീറോ ആയിട്ടുള്ള മെട്രിക്സിൻ്റെ പേരാണ് സീറോ മെട്രിക്സ്. അതായത് എന്തുകൊണ്ടാണ് എ എന്ന മെട്രിക്സിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -A ആയെന്ന് ചോദിച്ചാൽ
എ എന്ന മെട്രിക്സിൻ്റെ കൂടെ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് മൈനസ് കൂട്ടുമ്പോൾ മെട്രിക്സ് അഡീഷൻ്റെ ഐഡൻറ്റിറ്റി ആയ സീറോ മെട്രിക്സ് തന്നെ കിട്ടുന്നത് കൊണ്ട് മൈനസ് എ എന്ന മെട്രിക്സിനെ എന്തെന്ന് വിളിക്കുന്നു? എ എന്ന മെട്രിക്സിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നു. ഇനി എന്താണ് ഒരു മെട്രിക്സിൽ നിന്ന് വേറൊരു മെട്രിക്സ് എങ്ങനെ കുറയ്ക്കാം? ഈസ് ദ മെട്രിക്സ് ഒബ്റ്റൈൻഡ് ബൈ സബ്ട്രാക്റ്റിംഗ് ദി എലമെൻറ്റ്സ് ഓഫ് ബി ഫ്രം ദ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓഫ് എ. ഒരേ ഓർഡറുള്ള രണ്ട് മെട്രിക്സ് തമ്മിൽ കൂട്ടാൻ പറ്റുള്ളൂ എന്ന് ആദ്യം പറഞ്ഞായിരുന്നു, സെയിം ഓർഡർ. അതുപോലെ തന്നെ ഒരേ ഓർഡറുള്ള രണ്ട് മെട്രിക്സ് തമ്മിൽ കുറയ്ക്കാൻ പറ്റുള്ളൂ. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് പരസ്പരം അങ്ങ് കുറച്ച് വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല. മെട്രിക്സ് ഒബ്റ്റൈൻഡ് ബൈ സബ്ട്രാക്റ്റിംഗ് ദ എലമെൻറ്റ്സ് ഓഫ് ബി ഫ്രം ദ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓഫ് എ. ബിയിലെ എലമെൻറ്റ്സുകൾ എയിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സിൽ നിന്ന് കുറയ്ക്കുക. എന്താണ് കെ? കെ ഒരു കോൺസ്റ്റൻ്റാണ്, അല്ലെങ്കിൽ സ്കേലാറാണ്. ഒരു സ്കേലാർ കൊണ്ട് ഒരു മെട്രിക്സിനെ ഗുണിക്കാൻ പറഞ്ഞാൽ ആ മെട്രിക്സിലുള്ള എല്ലാ എലിമെൻറ്റേയും ഗുണിച്ച് വയ്ക്കണം. ഈസ് ദ മെട്രിക്സ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈങ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ ബൈ കെ. എല്ലാത്തിനെയും ഗുണിച്ച് വയ്ക്കണം, ഈച്ച് എലമെൻറ്റ് ഓഫ് എ ബൈ കെ. പ്രോപ്പർട്ടീസ് ഓഫ് ടു മെട്രിക്സസ് ഈസ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊഡക്റ്റ് ഓഫ് ടു മെട്രിക്സസ് ഈസ് ഡിഫൈൻഡ് ഓൺലി ഇഫ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മെട്രിക്സിൻ്റെ പഠിച്ചതെന്ന് വെച്ചാൽ സം പഠിച്ചു, ഡിഫറൻസ് പഠിച്ചു, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. ഇനി പ്രൊഡക്റ്റും കൂടിയാണ് മെട്രിക്സ്, രണ്ട് മെട്രിക്സിനിടയ്ക്കുള്ള ക്രിയകൾ. ഈ സമ്മ് നേരത്തെ പഠിച്ച സമ്മിനും പിന്നെ നമ്മൾ പഠിച്ച ഡിഫറൻസിനും ഒരേ ഓർഡറുമാണ് ഈ രണ്ട് മെട്രിക്സുകൾക്ക്. ഇതൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് ഒരു മെട്രിക്സിലെ എല്ലാ എലമെൻറ്റേയും ഗുണിച്ച് വെച്ചാൽ 2a 5a അങ്ങനത്തെ ഒരു പുതിയ മെട്രിക്സ് കിട്ടുന്നു. അതിന് ഓർഡർ പ്രാധാന്യമൊന്നുമില്ല. ഇനി രണ്ട് മെട്രിക്സ് തമ്മിൽ ഗുണിക്കുമ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സും ഈക്വൽ നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ് എന്ന കണ്ടീഷൻ പാലിച്ചാൽ മാത്രമേ രണ്ട് മെട്രിക്സ് തമ്മിൽ ഗുണിക്കാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് മെട്രിക്സ് തമ്മിൽ ഗുണിക്കണമെങ്കിൽ ഈ കണ്ടീഷൻ പാലിക്കണം. എ ബി രണ്ട് മെട്രിക്സ് ഗുണിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ എ ആണ് ആദ്യം കിടക്കുന്ന മെട്രിക്സ്, അതിലെ കോളത്തിൻ്റെ എണ്ണവും ബി ആണ് രണ്ടാമത് കിടക്കുന്ന മെട്രിക്സ്, അതിലെ റോയുടെ എണ്ണവും സെയിം ആയിട്ട് വന്നാൽ മാത്രമേ മെട്രിക്സിൽ അവിടെ ഗുണനം നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ മെട്രിക്സിൽ ഗുണനം നടക്കുകയില്ല. പിന്നെ മെട്രിക്സ് ഗുണിക്കുന്നത് എങ്ങനെയാണെന്നാണ് വീണ്ടും നമുക്ക് പഠിക്കാനുള്ളത്. ഓർഡർ ഓഫ് പ്രൊഡക്റ്റ് മെട്രിക്സ് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് രണ്ട് മെട്രിക്സ് തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന മെട്രിക്സ്, പുതിയ ആൻസറായിട്ട് വരുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? നമ്പർ ഓഫ് റോസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ്. ഇതാണ് ഗുണനം. അന്നേരം നിങ്ങൾക്കത് മനസ്സിലാവും. ഈ മെട്രിക്സും കൂടെ ഗുണിക്കുക. ഈ മെട്രിക്സിൻ്റെ കോളത്തിൻ്റെ എണ്ണം നോക്കുക. ഇതാണ് കോളത്തിൻ്റെ എണ്ണം 2. ഈ രണ്ടാമതാണ് കോളത്തിൻ്റെ എണ്ണം എഴുതുള്ളൂ. ഈ മെട്രിക്സിലെ റോയുടെ എണ്ണം നോക്കുക. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, 2. ഈ രണ്ടുമാണ് സെയിം ആയിട്ട് വരേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ആദ്യം കിടക്കുന്ന മെട്രിക്സിലെ കോളത്തിൻ്റെ എണ്ണവും അത് ഈ രണ്ടാമത് എഴുതിയേക്കണം. ഓർഡർ എഴുതുമ്പോൾ രണ്ടാമതാണ് കോളത്തിൻ്റെ എണ്ണം എഴുതുള്ളൂ. ആദ്യം എഴുതുന്നത് റോയുടെ എണ്ണമാണ്. രണ്ടാമത്തെ മെട്രിക്സിലെ റോയുടെ എണ്ണമാണല്ലോ ഓർഡർ എഴുതുമ്പോൾ ആദ്യം എഴുതണം. ഇത് തുല്യമായിട്ട് വരണം, എങ്കിലേ ഗുണനം നടക്കുള്ളൂ എന്നാണ് കഴിഞ്ഞ പേജിൽ ആദ്യം പറഞ്ഞത്. ഇനി ഗുണനഫലത്തിൻ്റെ ഓർഡർ ഇതാണ്. ആദ്യത്തെ മെട്രിക്സിലെ റോയുടെ എണ്ണം ബൈ രണ്ടാമത്തെ മെട്രിക്സിലെ കോളത്തിൻ്റെ എണ്ണം. അപ്പോൾ ഗുണനഫലത്തിൻ്റെ ഓർഡർ 2/3. കണ്ടോ, ഗുണനഫലത്തിൻ്റെ ഓർഡർ 2/3. അതാണ് ഈ പറഞ്ഞേക്കണത്. എന്താണ് പ്രൊഡക്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ? നമ്പർ ഓഫ് റോസ് ഇൻ ഫസ്റ്റ് മെട്രിക്സ്, റോയുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ആളുടെ ഓർഡർ എഴുതുമ്പോൾ നമ്പർ ഓഫ് റോസ് ഇൻ ഫസ്റ്റ് മെട്രിക്സ് ബൈ നമ്പർ ഓഫ് കോളംസ് ഇൻ സെക്കൻഡ് മെട്രിക്സ്. ഇത് നമ്പർ ഓഫ് കോളംസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ്. അപ്പോൾ പ്രൊഡക്റ്റായിട്ട് വരുന്ന മെട്രിക്സിൻ്റെ ഓർഡർ പറയാൻ നമ്പർ ഓഫ് റോസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ബൈ നമ്പർ ഓഫ് കോളംസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ്. അപ്പോൾ ഗുണനഫലത്തിൻ്റെ ഓർഡർ കിട്ടും. ഇനി എ എന്നുള്ള മെട്രിക്സും ബി എന്ന മെട്രിക്സും കൂടെ വിളിക്കണം. എയുടെ ഓർഡർ m/p, ബിയുടെ ഓർഡർ p/n. കണ്ടോ, ഈ പി തുല്യമായതുകൊണ്ട് ഇവിടെ ഗുണനം നടന്നു തന്നെ. അത് ഈ പി എന്താണ്? ഫസ്റ്റ് മെട്രിക്സിലെ കോളത്തിൻ്റെ എണ്ണം. ഈ പിയോ സെക്കൻഡ് മെട്രിക്സിലെ റോയുടെ എണ്ണം. അത് തുല്യം വന്നാലേ ഗുണനം നടക്കുകയുള്ളൂ. ഗുണനഫലത്തിൻ്റെ ഓർഡർ m/n. ഇങ്ങനെ വരച്ച് നോക്കിയിട്ടാണ് നിങ്ങൾ കണക്കേണ്ടത്. ഗുണനഫലമായിട്ട് കിട്ടിയ മെട്രിക്സ് സി. ഇനി എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ? എയും ബിയും തമ്മിൽ ഗുണിക്കാൻ പോയി. ഇത് എ, ഇത് ബി.
ഓർഡർ രണ്ടിന് എഴുതിയപ്പോൾ ഈ നടുക്ക് വരുന്ന 2 തുല്യമായിട്ട് വന്നു. അതുകൊണ്ടാണ് ഗുണനം നടക്കുന്നത്. ഗുണനഫലത്തിൻ്റെ ഓർഡർ 2/3. ഇങ്ങേ അറ്റവും അങ്ങേ അറ്റവും 2/3. എങ്ങനെയാണ് ഗുണിക്കണമെന്ന് നോക്കിയോ. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഗുണിച്ച് കൂട്ടണം എന്നാണ് പറയാം. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഗുണിച്ച് കൂട്ടണം എന്നോടെ. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഗുണിച്ച് കൂട്ടണം. 1 × 1 + 2 × 4. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഗുണിച്ച് കൂട്ടണം. അപ്പോൾ ഫസ്റ്റ് റോയിൽ കുറേ കാര്യങ്ങൾ എഴുതാനുണ്ട്. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഗുണിച്ച് കൂട്ടി ഇവിടെ എഴുതണം. ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം ഗുണിച്ച് കൂട്ടി ഞാൻ ആ പറയുന്ന വാക്ക് തന്നെ വരുന്ന സ്ഥാനത്ത് എഴുതണം എന്നോട് പറയാം. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഗുണിച്ച് കൂട്ടി ഇവിടെ എഴുതണമെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ സ്ഥലമാണ്. ഇനി പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം, ഇത് കണ്ടോ, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിൻ്റെ സ്ഥലം ഇത്, അവിടെ എഴുതണം. ഇത് ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിൻ്റെ സ്ഥലമാണ്. ഈ എഴുതിയേക്കണത് എവിടുത്തെ കാര്യങ്ങളാണ്? ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളം ഗുണിച്ച് കൂട്ടിയത്. ഇത് ഏത് സ്ഥലമാണ്? ഈ മെട്രിക്സിൻ്റെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം. ഇപ്പോൾ ഇവിടെ ഈ വന്നേക്കുന്ന സാധനം എവിടെ നിന്ന് വന്നത്? സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തെ ഗുണിച്ച് കൂട്ടി എഴുതിയത്. ഇത് ഈ മെട്രിക്സിലെ സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളല്ലേ ഇത്, ഈ സ്ഥാനം. അപ്പോൾ ഇതെവിടെ നിന്ന് വന്നു? സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തെ ഗുണിച്ച് കൂട്ടി എഴുതിയത്. ഇത് ഈ മെട്രിക്സിലെ സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ ഇതെവിടെ നിന്ന് വന്നു? സെക്കൻഡ് റോ കൊണ്ട് തേർഡ് കോളത്തെ ഗുണിച്ച് കൂട്ടി എഴുതിയത്. അപ്പോൾ പറയുന്ന വാക്ക് തന്നെയാണ് എഴുതുന്ന സ്ഥലവും. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയാണ്. എങ്ങനെയുള്ള മെട്രിക്സെ ഗുണിക്കാൻ പറ്റുള്ളൂ? ആദ്യത്തേലെ കോളത്തിൻ്റെ എണ്ണം രണ്ടാമത്തേലെ റോയുടെ എണ്ണം സെയിം ആയിട്ട് വരണം. ഗുണനഫലത്തിൻ്റെ ഓർഡർ ഈ അറ്റത്ത് വരുന്ന രണ്ട് കാര്യങ്ങൾ വെച്ച് എടുക്കാൻ പറ്റും. എങ്ങനെ ഗുണിക്കണം? ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഗുണിച്ച് കൂട്ടണം എന്ന് വെച്ചാൽ 1 × 1 + 2 × 4 ഇത് എഴുതിയേക്കണം. ഇനി ഫസ്റ്റ് റോ കൊണ്ട് ഇനിയുണ്ട് ചെയ്യാൻ, അത് മുഴുവൻ ചെയ്യുമ്പോഴേ ഫസ്റ്റ് റോ തീരുള്ളൂ. ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം ഗുണിച്ച് കൂട്ടണം. 1 × 2 + 2 × 5 ഇത് എഴുതിയേക്കണം. ഇനിയുണ്ട് ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളം ഗുണിച്ച് കൂട്ടണം. 1 × 3 + 2 × 6 എഴുതിയേക്കണം. ഇപ്പോഴാണ് ഫസ്റ്റ് റോ കൊണ്ടുള്ള പണി തീർന്നത്. ഇനി സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഉത്തരത്തിലെയും സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യും. സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഗുണിച്ച് കൂട്ടി ഇവിടെ എഴുതും. 3 × 1 + 4 × 4. സെക്കൻഡ് റൗണ്ട് ഇനിയും പണി ചെയ്യാനുണ്ട്. സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം ഗുണിച്ച് കൂട്ടും. 3 × 2 + 4 × 5. സെക്കൻഡ് റോ കൊണ്ട് തേർഡ് കോളം ഗുണിച്ച് കൂട്ടും. 3 × 3 + 4 × 6. ഇനി ക്രിയേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. 1 8 9, 2 10 12, 3 12 15, 3 16 19, 6 20 26, 9 24 33. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് അഡീഷന് കുറച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞ പോലെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. കമ്മ്യൂട്ടേറ്റീവ് അല്ല, പക്ഷേ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരുന്നു. എയും ബിയും ഗുണിക്കുന്ന ആൻസറും ബിയും എയും ഗുണിക്കുന്ന ആൻസറും നോട്ട് ഈക്വലാണ്. വല്ലപ്പോഴും എങ്ങാനും ഈക്വലായിട്ട് വന്നെങ്കിലുള്ളൂ. എപ്പോഴും ഈക്വലായിട്ട് വന്നാലേ നമുക്ക് ഈക്വലാണെന്ന് പറയാൻ പറ്റുള്ളൂ. ജനറലായിട്ട് പറയുമ്പോൾ അത് ഈക്വൽ അല്ല. അതുകൊണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല, പക്ഷേ അസോസിയേറ്റീവ് ആണ്. A × B C = A B × C അസോസിയേറ്റീവ് ആണ്. ഇതിലാദ്യം ചെയ്യേണ്ടത് ബി സിയും ഗുണിക്കുവാണ്. ഒരു ഉത്തരം കിട്ടും. എന്നിട്ട് A എന്ന മെട്രിക്സ് ആദ്യം എഴുതി ആ ഉത്തരമായിട്ട് കിട്ടിയ മെട്രിക്സ് രണ്ടാമത് എഴുതി ഗുണിക്കും. ഇപ്പോൾ ഒരു ഫൈനൽ ആൻസർ കിട്ടും LHSന്. ഇവിടെ ആദ്യം ചെയ്യേണ്ട എയും ബിയോടെ ഗുണിച്ച് ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരമായി കിട്ടിയ മെട്രിക്സ് ആദ്യം എഴുതി പിന്നെ സി എഴുതി ഗുണിക്കും. അപ്പോൾ ഫൈനലായിട്ടൊരു ആൻസർ RHS കിട്ടി. രണ്ട് ആൻസർ എപ്പോഴും സെയിം ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ലെങ്കിലും അസോസിയേറ്റീവ് ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനകത്ത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആയിട്ട് വരുന്നത് I എന്ന മെട്രിക്സ് ആണ്. എന്ന് വെച്ചാൽ നേരത്തെ സം പഠിച്ചപ്പോൾ അതിനകത്ത് വന്നത് 0 മെട്രിക്സ് ആയിരുന്നു. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ കൂടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് ഗുണിച്ചാലും ഒരു മെട്രിക്സിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് ഗുണിച്ചാലും ഐഡൻറ്റിറ്റി മെട്രിക്സിനെ വേറൊരു മെട്രിക്സ് കൊണ്ട് ഗുണിച്ചാലും ആ മെട്രിക്സ് തന്നെ കിട്ടുന്നു. അതുകൊണ്ട് ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ മെട്രിക്സിലെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 വരിക, നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 വരിക,
അതാണല്ലോ യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡൻറ്റി മെട്രിക്സ്. ആ ഐഡൻറ്റി മെട്രിക്സ് ആദ്യം എഴുതി പിന്നെ എന്ന മെട്രിക്സ് പിന്നെ എഴുതി ഗുണിച്ച് കിട്ടുന്ന ആൻസർ തന്നെയായിരിക്കും. എ ആദ്യം എഴുതി പിന്നെ ഐഡൻറ്റി മെട്രിക്സ് പിന്നെ എഴുതി ഗുണിച്ച് കിട്ടുന്ന ആൻസറും തന്നെയായിരിക്കും. എ ബി നോട്ടിക്കൽ ടു ബി ആണെങ്കിൽ പോലും ഇത് ഈക്വലാണ്, ഐഡൻറ്റി മെട്രിക്സ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഐഡൻറ്റി മെട്രിക്സ് ഈസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്, വിതരണ നിയമം. ഇതിപ്പോൾ ബ്രാക്കറ്റ് ഇട്ട് ചെറുതാക്കി വെച്ചിരിക്കുന്ന സാധനം വിതരണം ചെയ്ത പോലെ വിപുലീകരിച്ച് വന്നു, അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. എ ഇൻറ്റു ബി പ്ലസ് സി, എ ബി പ്ലസ് സി, സി ഇതൊക്കെ ബ്രാക്കറ്റ് മാറ്റി ചുമ്മാ എഴുതിയതല്ല, ഇത് 3 മെട്രിക്സ് ആണെന്നൊരു ബോധം വേണം നമുക്ക്. എ ഇൻറ്റു ബി പ്ലസ് സി ഇതെങ്ങനെ ചെയ്ത് കൊണ്ടുവന്നു വെച്ചാൽ ആദ്യം ബി സി അവിടെ കൂട്ടി വെച്ചെങ്കിൽ അതിന് രണ്ടിൻ്റെ ഓർഡർ സെയിം ആണല്ലോ, അല്ലാതെ കൂട്ടില്ല. പിന്നെ എ എന്ന മെട്രിക്സ് ആദ്യം എഴുതി പിന്നെ ആ കൂട്ടി കിട്ടിയ പുതിയ മെട്രിക്സ് രണ്ടാമത് എഴുതി ഗുണിച്ച് വയ്ക്കണമെങ്കിൽ ഇവിടുത്തെ കോളത്തിൻ്റെ എണ്ണവും ഇവിടുത്തെ ഇത് ചെയ്തപ്പോൾ കിട്ടിയ പുതിയ മെട്രിക്സിലെ റോയുടെ എണ്ണവും സെയിം ആയതുകൊണ്ടാണ് ഗുണിക്കാൻ പറ്റിയത്. ഫൈനൽ LHSന് ഒരു മെട്രിക്സ് ആയിട്ട് ആൻസർ കിട്ടി. ഇനി എയും ബിയുടെ ഗുണിച്ചൊരു ആൻസർ കൊണ്ടുവന്നു, എയും സിയുടെ ഗുണിച്ച് വേറൊരു ആൻസർ കൊണ്ടുവന്നു. ആ രണ്ട് മെട്രിക്സിന് ഒരേ ഓർഡറാണ്, അതുകൊണ്ട് കൂട്ടാൻ പറ്റി. ഫൈനൽ RHSന് ഒരു ആൻസർ വന്നു. ഈ രണ്ട് ആൻസർ സെയിം ആണ്. അതുപോലെ എ പ്ലസ് ബി ഇൻറ്റു സി സമയം എ സി പ്ലസ് ബി സി. ബ്രാക്കറ്റ് മാറ്റും പോലെ തന്നെ എ സി പ്ലസ് ബി സി. പക്ഷേ എയും ബിയും സിയും മെട്രിക്സുകളാണെന്നുള്ള ഓർമ്മയാണ്. ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടീവിലോ രണ്ട് രീതിയിൽ പറയാം. എ ഇൻറ്റു ബി പ്ലസ് സി സമയം എ ബി പ്ലസ് എ സി എന്നും എ പ്ലസ് ബി ഇൻറ്റു സി സമയം എ സി പ്ലസ് ബി സി എന്നും. എയും ബിയും രണ്ട് മെട്രിക്സ് ആണ് എങ്കിൽ ഇങ്ങനെ 4 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എ ബി കനോട്ട് ബി സീറോ മെട്രിക്സ് ഈവൻ ദോ എ നോട്ട് ഇക്വൽ ടു സീറോ മെട്രിക്സ് ആൻഡ് ബി നോട്ട് ഇക്വൽ ടു സീറോ മെട്രിക്സ്. എ ബി ക്യാൻ ബി എ സീറോ മെട്രിക്സ് ഈവൻ ദോ എ നോട്ട് ഇക്വൽ ടു സീറോ മെട്രിക്സ് ആൻഡ് ബി നോട്ട് ഇക്വൽ ടു സീറോ മെട്രിക്സ്. എന്ന് വെച്ചാൽ എ സീറോ മെട്രിക്സ് അല്ല, ബി സീറോ മെട്രിക്സും അല്ല. എന്ന് വെച്ചാൽ എല്ലാ എലമെൻറ്റും സീറോ ആയിട്ടുള്ള മെട്രിക്സുകളല്ല എയും ബിയും. എങ്കിൽ പോലും എ ബി ചിലപ്പോൾ സീറോ മെട്രിക്സ് വരും. എ സീറോ മെട്രിക്സ് ആയിട്ട് തന്നെ വന്നെന്നോ ബി സീറോ മെട്രിക്സ് ആയിട്ട് തന്നെ വന്നെന്നോ യാതൊരു നിർബന്ധമില്ല. പക്ഷേ അല്ലാതെ തന്നെ എയും ബിയോടെ ഗുണിക്കുമ്പോൾ ചിലപ്പോൾ സീറോ മെട്രിക്സ് വരത്തക്ക വിധം എയും ബിയും ഉണ്ട്, വേറെ മെട്രിക്സുകളുണ്ട്. എ ബി എന്ന മെട്രിക്സിൻ്റെ ആൻസർ സീറോ മെട്രിക്സ് വന്നെങ്കിൽ ഒന്നുകിൽ എ സീറോ മെട്രിക്സ് വേണം അല്ലെങ്കിൽ ബി സീറോ മെട്രിക്സ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ എ ബി സീറോ മെട്രിക്സ് വരാം, എ സീറോ മെട്രിക്സ് അല്ലാതെ വരികയോ ബി സീറോ മെട്രിക്സ് അല്ലാതെ വരികയോ ചെയ്താലും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നോട്ട് ഇക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. നമ്മൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്ന ഫോർമുല പറയും പോലെ എയും ബിയും മെട്രിക്സ് ഉപയോഗിച്ച് ഈ കാര്യം ഒരിക്കലും ഈക്വലല്ല. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് നോട്ട് ഇക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. എന്ന് വെച്ചാൽ ഇതെങ്ങനെ LHS ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് മെട്രിക്സ് കൂട്ടിയെടുത്തു, അവയ്ക്ക് രണ്ടും ഒരേ ഓർഡർ ആയതുകൊണ്ടാണ് കൂട്ടാൻ പറ്റിയത്. കൂട്ടിയെടുത്ത് കഴിഞ്ഞ് വെച്ചാൽ അതിൻ്റെ സ്ക്വയർ എടുത്തു. ഇതൊരു സിംഗിൾ മെട്രിക്സ് ആയിട്ട് കൂട്ടിപ്പോൾ വന്നു, അതിൻ്റെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞാൽ ആ മെട്രിക്സ് 2 തവണ എഴുതി ഗുണിക്കുന്നതിനാണ് സ്ക്വയർ എടുക്കാമെന്ന് പറയുന്നത്. അങ്ങനെ LHSന് ഒരു ആൻസർ കിട്ടി. അതൊരിക്കലും എ സ്ക്വയർ കണ്ട് എ ഇൻറ്റു എ ചെയ്തിട്ടാണ്, ബി സ്ക്വയർ കണ്ടത് ബി ഇൻറ്റു ബി ചെയ്തിട്ടാണ്. എയും ബിയോടെ ഗുണിച്ച് എ ബി കണ്ടുവച്ചാൽ അതിലെ എല്ലാ എലിമെൻസിനെയും 2 കൊണ്ട് ഗുണിച്ച് വെച്ചാണ് 2ab. നേരത്തെ പഠിച്ച സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. എയും ബിയോടെ ആദ്യം ഗുണിച്ച് എ ബി എന്ന മെട്രിക്സ് കണ്ടു, കിട്ടിയ ആൻസറിനെ കിട്ടിയ മെട്രിക്സിനെ 2 കൊണ്ട് ഗുണിച്ചു എന്ന് വെച്ചാൽ ആ കിട്ടിയ മെട്രിക്സിൽ എത്ര എലിമെൻ്റ് ഉണ്ടോ എല്ലാം ഇരട്ടിയായി മാറി. അങ്ങനെ 3 മെട്രിക്സ് സെപ്പറേറ്റ് കിട്ടിയിട്ട് അതെല്ലാം കൂടെ കൂട്ടിയെടുത്തു. കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് കൂട്ടിയാണല്ലോ മെട്രിക്സ് അഡീഷൻ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് RHSൻ്റെ ആൻസർ കിട്ടി. പക്ഷേ ഈ RHS LHS സെയിം അല്ല. പക്ഷേ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പിന്നെ എന്തിനാ തുല്യം? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയർ ആണ് തുല്യം. എന്തുകൊണ്ടാണ് ഈ മുകളിലത്തെ ഫോർമുലയായിട്ട് തുല്യം വരാത്തത്? എ ബിയും ബി എയും സെയിം അല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ബിയും ബി എയും സെയിം ആണെങ്കിലേ അത് 2ab എന്ന് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇതാണ് ശരി. എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയർ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഒരിക്കലും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ല. എയും ബിയും കൂട്ടിയെടുത്താൽ ഈ മെട്രിക്സും എയിൽ നിന്ന് ബി കുറച്ചെടുത്താൽ ഈ മെട്രിക്സും തമ്മിൽ ഗുണിച്ചു. എങ്ങനെ രണ്ട് മെട്രിക്സ് കൂട്ടുന്നത്? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കൂട്ടുക. എങ്ങനെ രണ്ട് മെട്രിക്സ് കുറയ്ക്കുന്നത്? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ കുറയ്ക്കുക. അപ്പോൾ കൂട്ടലിലും കുറയ്ക്കലിലും ഈ കൂട്ടാൻ ഉപയോഗിക്കുന്ന രണ്ട് മെട്രിക്സുകൾക്ക് ഒരേ ഓർഡർ വേണം. ഈ കുറയ്ക്കുമ്പോഴും വേണം. ഇതൊരു ആൻസറായിട്ട് മാറി, ഇതൊരു ആൻസറായിട്ട് മാറി. ഈ മെട്രിക്സും ഈ മെട്രിക്സും കൂടെ ഗുണിച്ചു. എങ്ങനെ ഗുണിച്ചു? ആദ്യത്തേലെ കോളത്തിൻ്റെ എണ്ണവും രണ്ടാമത്തേലെ റോയുടെ എണ്ണവും സെയിം ആയിട്ട് വന്നതുകൊണ്ട് ഗുണിച്ചു. അപ്പോൾ LHS ഒരു ഫൈനൽ ഒരു മെട്രിക്സ് ആയിട്ട് മാറി.
എ സ്ക്വയർ എങ്ങനെ കണ്ടു? എ ഇൻറ്റു എ ചെയ്ത്. ബി സ്ക്വയർ എങ്ങനെ കണ്ടു? ബി ഇൻറ്റു ബി ചെയ്ത്. 2 മെട്രിക്സ് കിട്ടി. അവ തമ്മിൽ കുറച്ചു. ഫൈനൽ ഒരു മെട്രിക്സ് ആയിട്ട് കിട്ടി. LHSലെയും RHSലെയും മെട്രിക്സുകൾ തുല്യമല്ല. അപ്പോൾ ഇന്ന് നമ്മൾ 6 പേജുണ്ട് നോട്ടെങ്കിലും ഇന്ന് 4 പേജിൻ്റെ നോട്ടാണ് പറഞ്ഞിരുന്നുള്ളൂ. നിങ്ങൾ നോട്ട് നേരത്തെ എഴുതിയെടുത്തതാണ്. ആരെങ്കിലും എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ ഫോർമുല ബുക്കായിട്ട് എല്ലാ പാഠത്തിൻ്റെ നോട്ട് എഴുതുന്ന ബുക്ക് വേറെയുണ്ട്. ആ ബുക്കിലാണ് ഇതെഴുതാവുള്ളൂ. ചെറിയ ബുക്ക് ഇന്നും ക്ലാസ്സിൽ കൊണ്ടുവരത്തൊക്കെ ഇത് എഴുതണമെന്ന് ഞാൻ പറഞ്ഞതാണ് ആദ്യം. ആരെങ്കിലും എഴുതാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ എഴുതിയെടുത്തോളണം. റിലേഷൻ ഫംഗ്ഷൻ്റെ 2 കാര്യങ്ങൾ കൂടി അത്തയിൽ എഴുതിയിടാൻ അന്ന് ഞാൻ പറഞ്ഞിരുന്നു. ക്ലാസ് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് ഇത് എഴുതിയിടാനും പഠിക്കാനൊക്കെ പറ്റുള്ളൂ. ഓർക്കുണ്ടോ? എയും ബിയും തന്നിട്ട് എ ക്രോസ് ബി എഴുതാനും ബി ക്രോസ് എഴുതാനും ഒരു ഫോർമുല ഞാൻ എഴുതി ചേർക്കാൻ പറഞ്ഞായിരുന്നു. അത് ആ ഫോർമുല ബുക്കിലായിരുന്നു. പിന്നെ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രോം എ ടു ബി എന്നും പറഞ്ഞൊരു ഫോർമുല ഞാൻ തന്നായിരുന്നു. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രോം എ ടു ബി എന്നൊരു ഫോർമുല 2n ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞൊരു ഫോർമുല ഞാൻ എഴുതി ചേർക്കാൻ പറഞ്ഞായിരുന്നു. റിലേഷൻ ഫംഗ്ഷൻ്റെ താഴെ അവിടെ ഒരു പേജ് അല്ലെങ്കിൽ അര പേജ് സ്ഥലം ഇട്ടിട്ടില്ല അടുത്ത പാഠത്തിൻ്റെ ഫോർമുല എഴുതിയേക്കണത്. ആ അര പേജ് സ്ഥലത്ത് എഴുതാൻ പറഞ്ഞു. ഇനിയും വലിയ ഫോർമുല ഉണ്ടെങ്കിൽ ആ റിലേഷൻ ഫംഗ്ഷൻ്റെ അവിടെ പിന്നെ എഴുതി ചേർക്കാനുള്ളതാണ്. ഇപ്പം മെട്രിക്സിൻ്റെ 4 പേജിൻ്റെ നോട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 4 പേജിൻ്റെ നോട്ടിൽ വിഷമമുള്ള കാര്യം എന്ന് പറയുന്നത് ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ശ്രദ്ധിക്കാൻ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഗുണിച്ച് കൂട്ടി ഇവിടെ എഴുതുക. ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം ഗുണിച്ച് കൂട്ടി ഇവിടെ എഴുതുക. ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളം ഗുണിച്ച് കൂട്ടി ഇവിടെ എഴുതുക. അപ്പോൾ അതെല്ലാം എഴുതുക ഫസ്റ്റ് റോയിൽ തന്നെ. അപ്പോൾ നമ്മൾ ചെയ്തത് ഫസ്റ്റ് റോ കൊണ്ടാണ്. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഗുണിച്ച് കൂട്ടി ഇവിടെ എഴുതുക. ആ പറയുന്ന സ്ഥലത്ത് തന്നെ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം ഗുണിച്ച് കൂട്ടി ഇവിടെ എഴുതുക. ഇവിടെ എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിൻ്റെ സ്ഥാനമാണ്. ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളം ഗുണിച്ച് കൂട്ടി ഇവിടെ എഴുതുക. ഇവിടെ എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് റോ തേർഡ് കോളത്തിൻ്റെ സ്ഥാനമാണ്. ഇപ്പോഴാണ് ഫസ്റ്റ് റോ കൊണ്ടുള്ള പണി തീർന്നത്. ഇനി സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉത്തരവും സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യും. സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഗുണിച്ച് കൂട്ടി ആ പറയുന്ന സ്ഥലത്ത് എഴുതുക. സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം ഗുണിച്ച് കൂട്ടി ആ പറയുന്ന സ്ഥലത്ത് എഴുതുക. സെക്കൻഡ് റോ കൊണ്ട് തേർഡ് കോളം ഗുണിച്ച് കൂട്ടി ആ പറയുന്ന സ്ഥലത്ത് എഴുതുക. വേറെ ഒരു കാര്യങ്ങളും വിഷമമുള്ളതില്ല.